എല്ലാവരെയും പുതിയൊരു വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മിഡിൽ ഈസ്റ്റ് വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ വക്കിലേക്ക് നീങ്ങുകയാണ്. ഗാസയിലെ രക്തച്ചൊരിച്ചിലിന് പിന്നാലെ ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിൽ വീണ്ടും ഒരു യുദ്ധ സാഹചര്യമാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. ലെബനോൻ ആസ്ഥാനമായുള്ള ഇറാൻ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസ്ബുള്ളയും ഇസ്രായേൽ പ്രതിരോധ സേനയും തമ്മിൽ ഒരു അതിഭീകരമായ യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ വർദ്ധിച്ചു വരുന്നത്. വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ലെബനോനുമേൽ നിരന്തരം ആക്രമണം നടത്തുമ്പോൾ വലിയ തോതിൽ തിരിച്ചടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് ഹിസ്ബുള്ളയും നടത്തുന്നു എന്നാണ് അറബ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പശ്ചിമേഷ്യയുടെ ഭൂപടം മാറ്റിവരയ്ക്കാൻ പോകുന്ന ഒരു സംഘർഷമായിരിക്കും ഇത്. ഇസ്രായേലും ഇറാനും തമ്മിൽ നേരിട്ടുള്ള ഒരു യുദ്ധത്തിന്റെ സാധ്യത മുന്നിൽ കണ്ട് ലെബനോനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരികയാണ്. ഈ പശ്ചാത്തലത്തിൽ തുർക്കിയുടെ പ്രസിഡന്റായ എർദുഗാൻ നെതന്യാഹുവിന്റെ ഇപ്പോൾ കടുത്ത നിലപാടുകളാണ് സ്വീകരിക്കുന്നത് എന്നറിയണം. ഇപ്പോൾ വംശഹത്യ കുറ്റം ചുമത്തി നെതന്യാഹു ഉൾപ്പെടെ ഇസ്രായേലിലെ മുതിർന്ന രാഷ്ട്രീയ സൈനിക നേതൃത്വത്തിലെ 37 അംഗങ്ങൾക്കെതിരെ തുർക്കി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതായിട്ടാണ് ഇന്നലെ തുർക്കി പ്രഖ്യാപിച്ചത്. നിലവിലെ സാഹചര്യം വളരെ ലളിതമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അതീവ അപകടകരമായ രീതിയിൽ ഈ സാഹചര്യം വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ഭയമാണ് ഇതിന് കാരണം. ഇസ്രായേലിന്റെ അതിർത്തിക്ക് സമീപമുള്ള ഹിസ്ബുള്ളയെ ഒരു ഭീഷണിയായിട്ടാണ് ഇസ്രായേൽ എപ്പോഴും കണക്കാക്കുന്നത് എന്നോർക്കണം. ഇസ്രായേലി പൗരന്മാർ സുരക്ഷിതമായി കഴിയണമെങ്കിൽ ഹിസ്ബുള്ളയെ ഇസ്രായേലും ലെബനോനും വേർതിരിക്കുന്ന ലിറ്റാനി നദിക്ക് പിന്നിലേക്ക് മാറ്റണമെന്നാണ് നെതന്യാഹുവിന്റെ ഒരു നിലപാട് തന്നെ. അതിനുവേണ്ടി ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമായ തെക്കൻ ലെബനോനിലെ അവരുടെ ക്യാമ്പുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു കൊല്ലത്തോളമായി ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരുന്നതിന്റെ തോത് ഇപ്പോൾ 2 ആഴ്ചയിലധികമായി അതീവ തീവ്രമാക്കിയിരിക്കുന്നത് കൊണ്ട് ഇവർ തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ ഏറ്റവും മികച്ച എലൈറ്റ് കമാൻഡോ യൂണിറ്റായി അറിയപ്പെടുന്ന റിദ്വാൻ ഫോഴ്സിന്റെ ആയുധപ്പുരകളും കമാൻഡോ സെന്ററുകളും ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഏറെയും ആക്രമണങ്ങൾ നടത്തുന്നത്. ഇവിടെ വളരെ വലിയ രീതിയിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. ഇവർക്ക് ഒരുപാട് നഷ്ടമുണ്ടായിട്ടുണ്ട്. ഹിസ്ബുള്ള പൂർണ്ണമായും നിരായുധീകരിക്കപ്പെട്ടില്ലെങ്കിൽ ശക്തമായ ആക്രമണം ഇനിയും ഉണ്ടാകുമെന്നാണ് ഇസ്രായേൽ അവർക്ക് നൽകുന്ന മുന്നറിയിപ്പ്. തന്നെയുമല്ല, ലെബനോനിലേക്ക് ഒരു വലിയ സൈനിക നീക്കത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നതായി രഹസ്യ റിപ്പോർട്ടുകൾ വന്നത് പശ്ചിമേഷ്യയെ ഒരു പുതിയ യുദ്ധ സാഹചര്യത്തിലേക്കാണ് തള്ളി വിടുന്നത് എന്നും നമ്മൾ അറിയണം. ഈ ഗാസയിലെ ഹമാസുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ ഹിസ്ബുള്ളയ്ക്ക് റോക്കറ്റുകളുടെയും മിസൈലുകളുടെയൊക്കെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട്. അത് ഇസ്രായേലിന്റെ പ്രധാന നഗരങ്ങളെ തന്നെ ആക്രമിക്കാൻ ശേഷിയുള്ള തരത്തിലുള്ളതുമാണ്. ഹമാസിനെ പോലും തോൽപ്പിക്കാനോ നിരായുധീകരിക്കാനോ കഴിയാത്ത ഇസ്രായേൽ സൈന്യം ഇനി ലെബനോനിലേക്ക് കടന്ന് അവർക്കെതിരായിട്ട് മറ്റൊരു ആക്രമണത്തിന് തയ്യാറാകുമ്പോൾ ഹിസ്ബുള്ള തീർച്ചയായും തിരിച്ചടിക്കും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അത് ഇസ്രായേലിൽ ഉണ്ടാക്കാൻ പോകുന്ന നാശനഷ്ടങ്ങൾ സങ്കല്പിക്കാവുന്നതിലും അപ്പുറത്ത് തന്നെയായിരിക്കും. ഇതിൽ ഹിസ്ബുള്ള എന്നത് ഇറാന്റെ ഒരു പ്രാദേശിക താല്പര്യങ്ങളുടെ മുൻനിര പ്രതിരോധമാണ് എന്നോർക്കണം. ഹിസ്ബുള്ള ഇല്ലാതാക്കിയാൽ അത് ഇറാൻ ഏൽക്കുന്ന ഏറ്റവും വലിയ ഒരു സൈനിക പ്രഹരം തന്നെയായിരിക്കും. അതുകൊണ്ട് ഹിസ്ബുള്ള തകരാതിരിക്കാൻ ഇറാൻ തന്നെ ഇസ്രായേലിനെ ആക്രമിക്കാൻ സാധ്യത ഏറെയാണ്. ഈ ഭയം കാരണമാണ് ഇറാനെ അടിച്ചൊതുക്കണമെന്ന് നെതന്യാഹു എപ്പോഴും ട്രംപിനോട് ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല, ഹിസ്ബുള്ള തകരാതിരിക്കാൻ ഇറാഖിലെയും സിറിയയിലുമൊക്കെ ഇറാന്റെ മറ്റു മിലീഷ്യകളും ഇടപെടുമെന്നുള്ളതാണ്. പിന്നെ MLA ഹൂത്തികളും ഇസ്രായേലിനും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ താവളങ്ങൾക്കും എതിരായിട്ടുള്ള ആക്രമണം ശക്തമാക്കും. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം വളരാനുള്ള സാധ്യതയാണ് ഉണ്ടാക്കുന്നത്. ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ അമേരിക്ക നേരിട്ട് ഇടപെടുമെന്ന് ട്രംപ് ഇതിനു മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ലെബനോൻ കേന്ദ്രീകരിച്ചാണ് ഇസ്രായേലും ഇറാനും യുദ്ധം ചെയ്യുന്നതെങ്കിൽ യുദ്ധം ലെബനോനെ പൂർണ്ണമായും തകർക്കുകയാകും. അതിൻ്റെ ഒരു ഫലം ഗസ പോലെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വരും. ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ വളരെയധികം വഷളായിക്കൊണ്ടിരിക്കുമ്പോൾ നാറ്റോ അംഗരാജ്യവും പ്രാദേശിക ശക്തിയുമൊക്കെ തുർക്കിയുടെ നിലപാടും വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ് എന്നറിയണം. തുർക്കി പ്രസിഡന്റായ എർദുഗാൻ ഇസ്രായേലിനോടും നെതന്യാഹുവിനോടൊക്കെ നിലപാട് ഇപ്പോൾ വളരെയധികം കടുപ്പിച്ചിരിക്കുകയാണ്. ഗാസയിലെ ഇസ്രായേലിന്റെ കൂട്ടക്കുരുതി കാരണം നെതന്യാഹുവിനെ എർദുഗാൻ ഇതിനു മുമ്പ് പലതവണ യുദ്ധക്കുറ്റവാളി, ഫാസിസ്റ്റ് എന്നൊക്കെ പരസ്യമായി വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ തുർക്കി ഇസ്രായേലിനെതിരെ അതിശക്തമായ വാണിജ്യ നിയന്ത്രണങ്ങൾ കൂടി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ഒരു സാധനവും തുർക്കിയിൽ നിന്നും ഇസ്രായേലിലേക്ക് ഇനി കടത്തിവിടില്ല എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ എർദുഗാൻ നിൽക്കുന്നത്. എന്നാൽ ഇസ്രായേലും തുർക്കിയും തമ്മിൽ നയതന്ത്ര ബന്ധം വളരെ കാര്യമായിട്ടുണ്ട് താനും. എന്നാൽ ഇങ്ങനെ ഈ നയതന്ത്ര ബന്ധത്തിൽ നിൽക്കുമ്പോൾ പോലും ലെബനോനിലും ഗസയിലുമൊക്കെ ഈ നെതന്യാഹു നടത്തുന്ന ആക്രമണങ്ങൾക്ക് തങ്ങളുടെ കടുത്ത പ്രതിഷേധം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് എർദുഗാൻ ഇപ്പോൾ ഇങ്ങനെ ചില നിലപാടുകളൊക്കെ എടുത്തിരിക്കുന്നത്. ഇതിലൂടെ എർദുഗാൻ പ്രധാനമായും ലക്ഷ്യമിടുന്നത് മുസ്ലിം ലോകത്തിന്റെ നേതാവ് എന്ന ഒരു പ്രതിച്ഛായ അയാൾക്കുണ്ടാക്കാൻ വേണ്ടിയാണ്. ഇത് പറഞ്ഞ് അറബ് പത്രങ്ങൾ
ഉർദുഗാനെ പരിഹസിക്കുന്നുമുണ്ട്. പുള്ളി മുസ്ലിങ്ങളെ ഒരു നേതാവാകാൻ ശ്രമിക്കുന്നു എന്നാണ് അവർ പരിഹസിക്കുന്നത്. പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നതിലൂടെ ഇസ്ലാമിക ലോകത്ത് തന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാനും പശ്ചിമേഷ്യൻ രാഷ്ട്രത്തിൽ തുർക്കിയുടെ റോൾ ഉറപ്പിക്കാനും ഈ ഉർദുഗാൻ ശ്രമിക്കുമ്പോൾ അത് ഈ മേഖലയിൽ ഇറാൻ സ്വാധീനം നേടാതിരിക്കാനുള്ള ഒരു തന്ത്രമായിട്ടുമാണ് വിലയിരുത്തപ്പെടുന്നത്. ശരിക്കും പശ്ചിമേഷ്യൻ രാഷ്ട്രീയം യുദ്ധം കൊണ്ട് അവർ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ കുരുക്കിലേക്കാണ് ഈ ഓരോ രാജ്യങ്ങളെയും കൊണ്ട് എത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്രായേൽ എന്ന രാജ്യം അടുത്ത് കിടക്കുന്നിടത്തോളം അറബ് രാജ്യങ്ങളിൽ നിന്നും യുദ്ധം മാറിപ്പോകാനുള്ള യാതൊരു സാധ്യതയും ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. ഇതിൽ നമ്മൾ ഒരിക്കലും അറിയാത്തതോ ചിന്തിക്കാത്തതോ ആയ ഒരു കാര്യം യുദ്ധം മിഡിൽ ഈസ്റ്റിൽ ഒരു കച്ചവട ചരക്കാണ് എന്നുള്ളതാണ്. ഈ കച്ചവട ചരക്ക് ഓരോ രാജ്യത്തും ഇറക്കി വെക്കാതിരിക്കാൻ സമ്പന്നരായ അറബ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് മാത്രമല്ല മിഡിൽ ഈസ്റ്റിലെ ഓരോ സായുധ സംഘടനകൾക്കും വലിയ തുകകൾ നൽകേണ്ടി വരികയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇടപാടുകളിലൂടെ ഈ വലിയ തുക വാങ്ങാൻ വേണ്ടി ഈ സായുധ സംഘടനകൾ വലിയ സൈന്യത്തെയും അവർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരുപാട് പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു തൊഴിൽ മേഖലയും കൂടിയാണ് ഈ മിഡിൽ ഈസ്റ്റിലെ യുദ്ധരംഗം എന്ന് പറയേണ്ടത്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്ന ഉമ്മാരെല്ലാം പരസ്പരം വാദിക്കുന്നത് ഞങ്ങൾ ചെയ്യുന്നതെല്ലാം മിഡിൽ ഈസ്റ്റിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, മുസ്ലിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഭയപ്പെടുത്തുന്ന സാഹചര്യം ഇവന്മാർ തന്നെയാണ് ഉണ്ടാക്കുന്നതും. ഈ പഴയകാല സാമ്രാജ്യത്വം എന്നൊക്കെ പറയുന്നത് ഓരോരോ രാജ്യങ്ങളിൽ കച്ചവടവുമായി ചെന്ന് അവിടെ കോളനികൾ സ്ഥാപിച്ച് ക്രമേണ അവിടെ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. ഇന്ന് മറ്റു രാജ്യങ്ങളുടെ മേൽ അധികാരം സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ ആധിപത്യം സ്ഥാപിക്കുന്നത് മറ്റു രീതിയിലാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള ചെറിയ തർക്കങ്ങളിൽ ഇടപെട്ട് അത് വളർത്തി വലുതാക്കി യുദ്ധത്തിലെത്തിക്കുക എന്ന ഒരു കമ്മാരം പരിപാടിയാണ് ഇന്ന് നടക്കുന്നത്. ഇതിലൂടെ ശക്തി കുറഞ്ഞ രാജ്യങ്ങളെ തങ്ങളുടെ ചൊൽപ്പടിയിൽ എത്തിക്കുക എന്നൊരു തന്ത്രമാണ് നടക്കുന്നത്. ഒത്തുതീർപ്പിനെന്ന രീതിയിൽ അവർക്കൊപ്പം കൂടിക്കൊണ്ട് തങ്ങൾ പറയുന്ന ആ രീതിയിലേക്ക് അനുസരിപ്പിക്കുക അല്ലെങ്കിൽ എത്തിക്കുക എന്നൊരവസ്ഥയാണ് സൃഷ്ടിക്കുന്നത്. ഈ പണിയിൽ ട്രംപിനോളം വിദഗ്ധൻ ഇന്ന് ലോകത്ത് വേറെ ആരുമില്ല എന്നുള്ളതാണ്. അയാൾ ഇറാനിലും ഗസയിലും യമനിലും ഖത്തറിലും അതുപോലെ തന്നെ ഉക്രൈനിലും വെനിസ്വേലയിലും പാകിസ്ഥാനിലും ഇന്ത്യയിലും എല്ലാം ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓരോ യുദ്ധം കഴിയുമ്പോൾ അയാൾ പറയുന്നത് ഞാനാണ് യുദ്ധം അവസാനിപ്പിച്ചത്, അല്ലെങ്കിൽ ഞാനാണ് അങ്ങനെ സംസാരിച്ചത്, ഇങ്ങനെ സംസാരിച്ചതെന്നൊക്കെ പറയുന്നത്. അത് ഇയാൾ തന്നെയാണ് എല്ലാം ഉണ്ടാക്കുന്നതും ഇയാൾ തന്നെയാണ് ഇടപെട്ട തീരുമാനം ഉണ്ടാക്കുന്നതും. എന്നാൽ റഷ്യയിലും ചൈനയിലും കൊറിയയിലും ഒക്കെ അയാൾ കയറില്ല. അതിന് അയാൾക്ക് ഭയമാണ്. അവിടേക്ക് പോകാൻ പുള്ളി ഒരിക്കലും തയ്യാറാവില്ല. അല്ലാത്ത രാജ്യങ്ങളുടെ മേലാണ് ഇയാളുടെ കളി നടക്കുന്നത്. ഈ അമേരിക്കൻ ഇടപെടലിൽ കൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ലോകത്തുള്ള എല്ലാ നാശങ്ങളുടെയും പിന്നിൽ ഇന്ന് ഈ അമേരിക്കയുടെ കൈകളാണുള്ളത്. കാലങ്ങളായി അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ വിതച്ച വിഷവിത്തുകൾ വളർന്ന് വലുതായി ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമാണിത്. അതിൻ്റെ ഫലം അമേരിക്ക തന്നെയാണ് ഇപ്പോൾ കൊയ്തുകൊണ്ടിരിക്കുന്നത്. 1948 പലസ്തീനിൽ കൊണ്ട് ഇസ്രായേലിനെ സ്ഥാപിക്കുക എന്നതാണ് ആ ഏറ്റവും വലിയ ഒരു വിഷവിത്ത് എന്ന് പറയേണ്ടത്. അതൊന്ന് വളർന്ന് വലുതായി മിഡിൽ ഈസ്റ്റിനെ മൊത്തത്തിൽ കുഴപ്പത്തിലാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. കാര്യം ബ്രിട്ടനും റഷ്യയും ഒക്കെയാണ് ഈ വിഷവിത്ത് ഇവിടെ കൊണ്ട് ആദ്യം വെച്ചതെങ്കിലും അതിനെ വളർത്തിയതും വെള്ളമൊഴിച്ചതും വലുതാക്കിയതൊക്കെ അമേരിക്ക തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലം അമേരിക്കയാണ് എടുക്കുന്നത്. ഇത് ഇന്ന് മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് തന്നെ വളർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷം ഇവിടെ നിന്ന് പോകാതെ ഒരു വിധത്തിലും മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ അവസാനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഇത് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാവുന്നതാണ്.